വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ നടന്മാർ പിന്നീട് ഹാസ്യവേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹാസ്യ നടന്മാർ വില്ലൻ വേഷങ്ങളിൽ പരീക്ഷണം നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവ രണ്ടിലും ഒരുപോലെ വിജയിക്കുക എന്നത് ചുരുക്കം ചിലർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് ജനാർദ്ദനൻ എന്ന നടൻ വ്യത്യസ്തനാവുന്നത്. വില്ലൻ വേഷങ്ങളിലും ഹാസ്യവേഷങ്ങളിലും മാത്രമല്ല ജനാർദ്ദനൻ എന്ന നടൻ തിളങ്ങിയിരുന്നത്, മറിച്ച് അദ്ദേഹം ഒരു മികച്ച സ്വഭാവ നടൻ കൂടി ആയിരുന്നു. ജനാർദ്ദനൻ എന്ന കലാകാരന്റെ വിശേഷങ്ങളുമായി ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനാർദ്ദനൻ എന്ന നടന് മലയാളികൾക്ക് മുൻപിൽ പ്രത്യേകമായ ഒരു മുഖവുരയുടെയോ പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യം ഒന്നും തന്നെയില്ല. മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി വ്യത്യസ്തങ്ങളായ പല രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ജനാർദ്ദനൻ. നിരവധി മികച്ച കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജനാർദ്ദനന്റെ പരുക്കൻ ശബ്ദവും ആ ശബ്ദത്തിലുള്ള മുഴങ്ങുന്ന ചിരിയും മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയോ? ജനാർദ്ദനൻ എന്ന കലാകാരൻ തന്റെ സിനിമാ അഭിനയം ആരംഭിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ചിരിയും ഒക്കെ കണ്ട് ഇന്ന് നമുക്ക് ചിരിയും ഒരു ഇഷ്ടവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് അതേ ചിരിയും രൂപവും ഭാവവും പ്രേക്ഷകരെ ഭയപ്പെടുത്തിയിരുന്നു എന്നതാണ് സത്യം. മലയാള സിനിമയിൽ പ്രേം നസീർ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടത്തിലാണ് ജനാർദ്ദനൻ സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ പരുക്കൻ ശബ്ദവും ഒത്ത ഉയരവും ഗൗരവമുള്ള മുഖഭാവവും ഒക്കെ കൂടി ജനാർദ്ദനന് അക്കാലത്ത് ലഭിച്ചിരുന്നത് മുഴുവൻ വില്ലൻ വേഷങ്ങളായിരുന്നു. പ്രേം നസീറിന്റെയും മധുവിന്റെയും ഒക്കെ ചിത്രങ്ങളിലായിരുന്നു ജനാർദ്ദനന്റെ കരിയറിന്റെ ആരംഭം. മലയാള സിനിമയിൽ പിന്നീട് വന്ന നായക തലമുറയിൽപ്പെട്ട സോമൻ, സുകുമാരൻ, ജയൻ എന്നിവരുടെ ചിത്രങ്ങളിലെല്ലാം ജനാർദ്ദനൻ മുഖ്യ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചു. പ്രേക്ഷകരിൽ ഒരു തരം ഭയവും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ ജനാർദ്ദനന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ജോസ് പ്രകാശ്, ബാലൻ കെ നായർ, ഉമ്മർ എന്നിവർ പ്രധാന വില്ലൻ വേഷങ്ങളിൽ എത്തുന്ന ചിത്രങ്ങളിൽ അവരുടെ സഹായിയായ ഗുണ്ടാ കഥാപാത്രങ്ങളിലായിരുന്നു ജനാർദ്ദനന്റെ തുടക്കം. പിന്നീട് പ്രധാന വില്ലൻ വേഷങ്ങളിലേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചു. ഒരു തെറ്റുപറ്റിപ്പോയി സഖാവേ, ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാ, എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ നായകന്മാരായെത്തിയ ആദ്യ കാലഘട്ടത്തിലും ജനാർദ്ദനൻ കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത് വില്ലൻ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ അക്കാലത്ത് ഇടയ്ക്കിടയ്ക്കായി ചെറിയ ചെറിയ സ്വഭാവ വേഷങ്ങളും ജനാർദ്ദനനെ തേടിയെത്തിയിരുന്നു എന്നതായിരുന്നു സത്യം. പക്ഷെ ജനാർദ്ദനൻ എന്ന നടനിൽ കാര്യമായ വ്യത്യസ്തത കൊണ്ടുവരാൻ പാകത്തിന് ഒരു വേഷവും ലഭിച്ചിരുന്നില്ല. എന്നാൽ അത് സംഭവിക്കുന്നത് മമ്മൂട്ടി നായകനായെത്തിയ ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു. മദ്യത്തിന് വില കൂടിയേക്കും. ഇങ്ങനെ പോയാ ചാവാൻ നേരത്ത് ഒരു തുള്ളി പോലും കിട്ടില്ലല്ലോ ഈശ്വര. CBI ഡയറിക്കുറിപ്പിലെ ഔസേപ്പച്ചൻ എന്ന കഥാപാത്രം ജനാർദ്ദനൻ എന്ന നടനിലെ മറ്റൊരു സാധ്യതയെ തുറന്നുകാട്ടി. ജനാർദ്ദനന്റെ അന്നത്തെ പ്രായത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് കൂടുതൽ ഗുണം ചെയ്തു. ഈ ചിത്രത്തിൽ ജനാർദ്ദനൻ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നല്ലൊരു കൊമേഡിയൻ ഉണ്ടെന്ന് എഴുത്തുകാരും സംവിധായകരും മനസ്സിലാക്കി. ഓട്ടോ തിരിച്ചിട്ടോ. മിമിക്രി താരങ്ങൾ സ്റ്റേജിൽ ഏറ്റവും അധികം അനുകരിക്കുന്ന നടന്മാരിൽ ഒരാളാണ് ജനാർദ്ദനൻ. അദ്ദേഹത്തിന്റെ കുലുങ്ങിയുള്ള ചിരിയും ഉച്ചത്തിലുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതും കയ്യടി നേടുന്നതും. ഇതിൽ നിന്നെല്ലാം തന്നെ ജനാർദ്ദനൻ എത്രമാത്രം ജനപ്രിയനാണെന്ന് വ്യക്തമാണ്. വില്ലൻ വേഷങ്ങളിലൂടെയും ഹാസ്യവേഷങ്ങളിലൂടെയുമാണ് ജനാർദ്ദനൻ ജനപ്രിയനായി മാറിയത്. മികച്ച സ്വഭാവ വേഷങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെയും പ്രിയങ്കരനായി മാറി. സിനിമയിലേക്ക് യാദൃച്ഛികമായിട്ടാണ് വന്നതെങ്കിലും തന്റെ കരിയറിലുടനീളം അദ്ദേഹം അവതരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങളിലൂടെ താനൊരു മികച്ച നടനാണെന്ന് തെളിയിക്കുവാൻ ജനാർദ്ദനന് സാധിച്ചു. സിനിമാ സെറ്റുകളിലോ മറ്റു പരിപാടി സ്ഥലത്തോ തന്നെ കണ്ടുകഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും പേടിച്ച് മാറി നിന്നിരുന്നൊരു കാലം തനിക്കുണ്ടായിരുന്നുവെന്ന് ജനാർദ്ദനൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ നടനെ തന്നെ പിന്നീട് ഇഷ്ടത്തോടെ അടുത്തേക്ക് ചെന്ന് പരിചയപ്പെടുന്ന നാളുകളും
ഉണ്ടായി. കാലത്തിനൊത്ത് തന്നെ ഉടച്ചു വാർക്കുവാനുള്ള ജനാർദ്ദനന്റെ കഴിവും സന്നദ്ധതയുമാണ് അദ്ദേഹത്തിന് ഈ നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. ഹാസ്യനടനായി കത്തി നിൽക്കുന്ന സമയത്ത് ജനാർദ്ദനന്റെ സാന്നിധ്യമില്ലാത്ത ഒരു സിനിമകൾ പോലും ഇല്ലായിരുന്നു എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. 1946 മെയ് 5 വൈക്കത്ത് ഉല്ലല ഗ്രാമത്തിൽ കൊല്ലറക്കാട്ട് വീട്ടിൽ കെ ഗോപാലപിള്ളയുടെയും ഗൗരിയമ്മയുടെയും മകനായിട്ടാണ് ജനാർദ്ദനൻ ജനിച്ചത്. വെച്ചൂർ NSS ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് ചങ്ങനാശ്ശേരി NSSൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്ന അദ്ദേഹം ആ കോഴ്സ് മുഴുവിപ്പിക്കാതെ എയർഫോഴ്സിൽ ചേർന്നു. എന്നാൽ അദ്ദേഹത്തിന് അവിടെയും ഒരു തുടർച്ച ഉണ്ടായില്ല. ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വ്യോമസേന വിട്ട ജനാർദ്ദനൻ നാട്ടിലെത്തി ബിസിനസ് ചെയ്യുവാൻ ആരംഭിച്ചു. ബിസിനസിനോടൊപ്പം തന്നെ പഠനവും അദ്ദേഹം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ കാലയളവിൽ അദ്ദേഹം തന്നെ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി. വിഷമടിച്ചു മരിക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് പടച്ചു വിട്ടത്? പ്രീ യൂണിവേഴ്സിറ്റിക്ക് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നുവെങ്കിലും ആ കോഴ്സ് മുഴുവിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് നെയ്യാറ്റിൻകര NSS വേലുത്തമ്പി മെമ്മോറിയൽ കോളേജിൽ നിന്നും BCom പാസ്സായി. തുടർന്ന് മദ്രാസിലേക്ക് വണ്ടി കയറിയ അദ്ദേഹം SK നായർ എന്ന ആളുടെ ബിസിനസ് നോക്കി നടത്തിപ്പുകാരനായി. ഇതിനിടയിൽ പറവൂർ സെൻട്രൽ ബാങ്കിൽ ക്ലർക്കായി ജോലി കിട്ടി. എന്നാൽ അതേസമയം PN മേനോൻ സംവിധാനം ചെയ്ത ചെമ്പരത്തി എന്ന സിനിമയിൽ ജോലി ചെയ്യുവാനുള്ള അവസരം ജനാർദ്ദനനെ തേടിയെത്തി. അതുകൊണ്ട് തന്നെ ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ആ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി. ഇതേ സമയം തന്നെ മലയാള നാട് വാരികയിൽ സങ്കല്പത്തിലെ ഭർത്താവ് എന്ന പംക്തിയും അദ്ദേഹം കൈകാര്യം ചെയ്തു. ഈ ബന്ധങ്ങളെല്ലാം തന്നെ ജനാർദ്ദനന് സിനിമയിലേക്കുള്ള വഴി തെളിയിക്കുകയായിരുന്നു. ഓ, നിനക്കെന്ത് തിരക്ക്? ഞാനല്ലേ കുത്തിയിരുന്ന് പണി മുഴുവൻ ചെയ്യുന്നത്. വില്ലനായാലും ഹാസ്യ നടനായാലും സ്വഭാവ നടനായാലും താൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് തന്റേതായ അഭിനയ ശൈലിയിലൂടെ ജീവൻ പകർന്നു നൽകുവാൻ ജനാർദ്ദനന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയം. അദ്ദേഹം ചെയ്തു വെച്ച ഭൂരിഭാഗം വില്ലൻ വേഷങ്ങളും ഈ കാലത്തിലുള്ള യുവതലമുറയ്ക്ക് അറിയില്ല എന്നതാണ് സത്യം. കാരണം അവരുടെ ഉള്ളിൽ ജനാർദ്ദനൻ എന്നത് ചിരി പടർത്തുന്ന ഒരു രൂപമാണ്. മലയാളത്തിന്റെ മണമുള്ള നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന മികച്ച ഒരു സ്വഭാവ നടനായും പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു മികച്ച കോമഡി താരമായും ജനാർദ്ദനൻ ഇന്ന് നമ്മുടെ എല്ലാ ആസ്വാദകരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നു. മണി 8 ആയി. മലയാള സിനിമയിൽ തലയെടുപ്പുള്ള ചില മാസ കഥാപാത്രങ്ങളും ജനാർദ്ദനന്റേതായിട്ടുണ്ട്. വാഴുന്നോർ എന്ന ചിത്രത്തിലെ കാരണവരും FIR എന്ന ചിത്രത്തിലെ മന്ത്രിയുമെല്ലാം അവയിൽ ചിലത് മാത്രമാണ്. മോൾ ഉറങ്ങിയില്ലേ? ഇല്ല സർ, ഒരു ചെറിയ തലവേദന. ഉറങ്ങാൻ പറ്റില്ല. തുടർച്ചയായി വില്ലൻ വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് എത്തിയ ഒരു നടന് സ്വപ്നം കാണുവാൻ സാധിക്കുന്നതിലും അപ്പുറത്തേക്കാണ് ജനാർദ്ദനൻ എന്ന നടൻ കൈവരിച്ച നേട്ടങ്ങൾ. ഏകദേശം 4 പതിറ്റാണ്ടിൽ അധികമായി തുടരുന്ന അദ്ദേഹത്തിന്റെ കരിയർ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഈ കാലയളവിൽ അത്രയും 700-ലധികം ചിത്രങ്ങളിലാണ് ജനാർദ്ദനൻ എന്ന നടൻ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിൽ നിറഞ്ഞാടിയത്. 1977 അടൂർ ബാസി സംവിധാനം ചെയ്ത അച്ചാരം അമ്മിണി ഓശാരം ഓമന എന്ന സിനിമയിലൂടെയാണ് ജനാർദ്ദനൻ ആദ്യമായി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് വളരെ ചെറിയ ഒരു വേഷമായിരുന്നു. പിന്നീട് PN മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിൽ ജനാർദ്ദനൻ അവതരിപ്പിച്ച മഹാദേവൻ എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. ആ ചിത്രത്തിന് ശേഷം ജനാർദ്ദനനെ തേടി കൂടുതൽ അവസരങ്ങൾ വന്നു തുടങ്ങി. ഇതേ കാലയളവിൽ തന്നെയാണ് ജനാർദ്ദനൻ ശ്രീവരാഹം ബാലകൃഷ്ണനെ പരിചയപ്പെടുന്നതും അടൂർ ഗോപാലകൃഷ്ണനുമായി അടുക്കുന്നതും. 1987 K മധു സംവിധാനം ചെയ്ത ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രതിനായക വേഷങ്ങളിൽ നിന്നും ഒരു ഹാസ്യ അഭിനേതാവ് എന്ന നിലയിലേക്ക് ജനാർദ്ദനൻ മാറിയത്. ഈ കഥാപാത്രത്തിന്റെ വിജയത്തോടു കൂടി മലയാള സിനിമയിലെ സംവിധായകർ ജനാർദ്ദനൻ എന്ന നടനിലെ പുതിയ സാധ്യതകളെ പരീക്ഷിക്കുവാൻ തയ്യാറായി. അങ്ങനെ ജനാർദ്ദനനിലേക്ക് എത്തുന്ന സരസമായ വേഷങ്ങൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഒരു കൊമേഡിയൻ എന്ന നിലയിൽ ജനാർദ്ദനന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ആയിരുന്നു മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ഗർവാസി സാശാൻ. ഈ ചിത്രത്തിൽ അദ്ദേഹം ഉപയോഗിച്ച പല ഡയലോഗുകളും ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. കുടുംബാസൂത്രണത്തെ പറ്റി നിർമ്മിച്ച പ്രതിസന്ധി എന്ന ഡോക്യുമെന്ററിയിൽ നാഷണൽ സാമ്പിൾ സർവേയിലെ ഉദ്യോഗസ്ഥനായും ജനാർദ്ദനൻ ക്യാമറയ്ക്ക് മുന്നിലെത്തി. ഒരു കാലത്ത് വില്ലനായി പ്രേക്ഷകരെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മുൾമുനയിൽ നിർത്തുകയും പിന്നീട് ഹാസ്യ
നടനായി കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറുകയും ചെയ്ത ജനാർദ്ദനൻ 1997 പുറത്തിറങ്ങിയ കഥാനായകൻ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായകനായും കഴിവ് തെളിയിച്ചു. ഇപ്പോഴെങ്ങാണ്ടാണല്ലോ വീണത്. തന്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ട് ചലച്ചിത്ര ലോകത്ത് ഇന്നും ശ്രദ്ധേയനാണ് ജനാർദ്ദനൻ. ധാരാളം മിമിക്രി താരങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദം വേദികളിൽ അനുകരിക്കാറുമുണ്ട്. ഇന്നും സോഷ്യൽ മീഡിയ ട്രോൾ പേജുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. എന്നും കാലിക പ്രസക്തിയോടുകൂടി നിലനിൽക്കപ്പെടുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അംഗീകാരവുമാണ്. ഇങ്ങനെ വേണം പെൺകുട്ടികള്. ശാരീരിക അവശതകളെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണെങ്കിലും ഇപ്പോഴും തനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കഥാപാത്രങ്ങൾ വന്നാൽ ഉത്സാഹത്തോടെ ക്യാമറയുടെ മുൻപിലേക്ക് എത്തുന്ന കലാകാരനാണ് ജനാർദ്ദനൻ. ജനഹൃദയങ്ങളെ കീഴടക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ജനാർദ്ദനിൽ നിന്നും നമുക്കിനിയും പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഈ എപ്പിസോഡോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്.